നമ്മുടെ ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ദേശീയപാതയുടെ സർവീസ് റോഡ് ഇത്, ആ സർവീസിനോട് റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു 8:57, അതായത് ഒരു 9 മണിയോളം സമയമായി. ആ സമയത്ത് ആയിരുന്നു ഈ വാഹനം, അതായത് ഈ ഗേറ്റ്, ഈ കാണുന്ന ഗേറ്റ് തുറന്നിട്ടിരിക്കുകയായിരുന്നു. അതായത് ഇങ്ങോട്ടേക്ക് പുറത്ത് പോയി, ഇവിടുത്തെ ചേട്ടൻ പുറത്തേക്ക് പോയി, അതിനുശേഷം വാഹനം ഇവിടെ കൊണ്ടുവച്ചു, താക്കോൽ ഉരുകില്ല, വീടിനകത്തേക്ക് പോയി. അപ്പോൾ പുറത്ത് ആരും ഇല്ലായിരുന്നു. ആ സമയത്ത് ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രതി ഇങ്ങോട്ടേക്ക് എത്തുന്നു. അതിനുശേഷം വളരെ കൂളായി അകത്തേക്ക് കയറി വരുന്നു, ചുറ്റും നോക്കുന്നു, മുറ്റത്ത് ആരുമില്ല, നേരെ ഇരുചക്ര വാഹനത്തിൽ കയറിയിരിക്കുന്നു, വണ്ടിയെടുത്ത് പോയി കളഞ്ഞു എന്നതാണ് സംഭവിച്ചത്. അതായത് നല്ല തിരക്കേറിയ പാതയാണ്. അപ്പോൾ അങ്ങനെ മോഷണം നടത്തി ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് പാലാരിവട്ടം പോലീസ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു. മലയാളി തന്നെയാണ് കക്ഷി എന്നാണ് പറയുന്നത്. എന്താണ് ചേച്ചി ശരിക്കും സംഭവിച്ചത്? വണ്ടിയെ താക്കോലുണ്ടായിരുന്നു? വണ്ടി താക്കോലുണ്ടായിരുന്നു. അത് ചേട്ടന് വന്നു കഴിയുമ്പോഴത്തേക്കും താക്കോൽ ഊരാതെ വേഗം അകത്തോട്ട് കയറി. സാധാരണ ഗേറ്റ് പൂട്ടിയിട്ടാണ് കയറുന്നത്. ഇന്ന് എല്ലാം ഗേറ്റ് പൂട്ടിയില്ലായിരുന്നു. എന്താ വെച്ചാൽ അത്ര സമയം ആയില്ലായിരുന്നു. ഒരു 8:30 കഴിഞ്ഞ പിന്നെ ആയിരുന്നു. പുറത്തു പോയി വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തു, താക്കോൽ എടുക്കാതെ വീടിനകത്തേക്ക് കയറി. ആ സമയത്തിനുള്ളിൽ എല്ലാം സംഭവിച്ചു. പോയി തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് സാധനം പോയി. അതെ. അപ്പോൾ അയാൾ സൈക്കിളിന് വന്നത്. അപ്പോൾ സൈക്കിളിന് വന്നു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് വണ്ടി അപ്പുറത്തുകൊണ്ട് ലോക്ക് ചെയ്ത്, അയാളുടെ സൈക്കിള് ഈ ഷോപ്പിൻ്റെ അപ്പുറത്ത് ലോക്ക് ചെയ്തിട്ടാണ് അയാൾ നേരെ വന്ന് നടന്നു പോയത്. അപ്പോൾ മോൻ വാതിൽ തുറക്കലും ഒപ്പമായിരുന്നു. അപ്പോൾ മോൻ വാതിൽ തുറന്നപ്പോഴത്തേക്കും ഇവിടെ നമുക്കൊരു പരിചയക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളി ആയിരിക്കും വണ്ടി എടുക്കണേന്നുള്ള ഇതിൽ ആ ചേട്ടൻ്റെ വണ്ടി എടുത്തിട്ട് പോണേന്ന് ചോദിക്കാമല്ലോ, വണ്ടി പോയായിരുന്നു. നമ്മുടെ കൂട്ടുകാരനാണ് കൊണ്ടുപോയെന്ന് എടുത്തതെന്ന് വിചാരിച്ചു, പക്ഷേ സംഭവം മോഷണമായിരുന്നു. അത് പക്ഷെ അങ്ങനെ മോനങ്ങനെ തോന്നിയതാണ് രൂപം കണ്ടപ്പോഴത്തേക്ക്. ഫ്രണ്ടായിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ആളെ തിരിച്ചറിഞ്ഞു എന്നാണ് പോലീസ് പറഞ്ഞല്ലേ അവനെ? അതെ അതെ, ആളെ തിരിച്ചറിഞ്ഞു എന്നാണ് പറയണത്. പേര് പറയണോ? ഞാറക്കൽ സ്വദേശിയാണെന്ന് പറയപ്പെടുന്നു. പോലീസ് അതിൽ അന്വേഷിക്കുന്നു. ഞാറക്കൽ സ്വദേശിയാണെന്നാണ് പറയണത്. അപ്പോൾ പെട്ടെന്ന് വാതിൽ തുറക്കുമ്പോൾ ഒരു എടുത്തുകൊണ്ട് പോയി, അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റുമോ? ഇല്ലില്ല, ഞാൻ വാതിൽ തുറന്ന സമയത്ത് പുള്ളിക്കാരൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു, റോട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ വെപ്രാളത്തിലാണ് പെട്ടെന്ന് എടുത്തത്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആ സമയത്ത്. അച്ഛൻ സ്വാഭാവികമായിട്ടും വണ്ടി കൊണ്ടുവെക്കുന്ന പോലെ തന്നെ വീടിന്റെ അകത്തേക്ക് വെച്ചിട്ട് പോയി. ഗേറ്റ് വശം ഓപ്പൺ ആയിരുന്നു അല്ലേ? അതെ, സാധാരണ ഗേറ്റ് പൂട്ടണതാണ്, പക്ഷെ പൂട്ടിയില്ലായിരുന്നു ഈ പ്രാവശ്യം. പക്ഷേ ഈ പുള്ളിക്കാരൻ എന്തോ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. കാരണം അവിടെ വന്ന് തിരിച്ച് വന്നിട്ട് സൈക്കിൾ വെച്ചിട്ടാണ് എടുത്തുകൊണ്ട് പോയത് വണ്ടി. അപ്പോൾ അതായത് അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ, അതായത് ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾ പല മോഷണ കേസിലും പ്രതിയാണെന്നാണ് പറയുന്നത്. വളരെ കൂൾ, അതായത് ഇവിടെ CCTV ദൃശ്യങ്ങളൊക്കെ, CCTV ഒക്കെ ഉണ്ട് എന്നൊക്കെ പുള്ളിക്ക് ആൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? CCTVയിലേക്കൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പുള്ളി. അത് നോക്കിയിട്ടാണ് പുള്ളിക്കാരൻ എടുത്തത്. ഇവിടെ ഇങ്ങനെ ഇത്തരം സംഭവങ്ങളൊന്നും മുൻപ് ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, ഇത് ആദ്യമായിട്ടാണ്. അതൊരു ഞെട്ടിക്കുന്ന കാര്യമാണ്. കാരണം അങ്ങനത്തെ ഒരു സ്ഥലമാണ്, വളരെ തിരക്കേറിയ ഒരു പാതയാണ്, എപ്പോഴും വളരെ ബിസി. ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ടാണ് വളരെ ബിസിയുള്ള തിരക്കേറിയ ദേശീയപാതയാണ് ആ കാണുന്നത്, അതിനോട് ചേർന്നുള്ള ഭാഗമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഗേറ്റ് തുറന്നിടുന്നു. അപ്പോൾ ആ തുറന്നു കിടക്കുന്ന ഗേറ്റ് കൂടെ വളരെ കൂളായി അകത്തേക്ക് കയറി വന്ന, അപ്പോൾ വല്ലാത്തൊരു മോഷ്ടാവ് തന്നെ എന്ന് പറയേണ്ടി വരും. അപ്പോൾ പാലാരിവട്ടം പോലീസുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ആളെ ഈ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമാണല്ലോ, CCTV ദൃശ്യങ്ങളിൽ പരിശോധിച്ചപ്പോൾ ഇയാൾക്കെതിരെ വേറെയും നിരവധി കേസുകളുണ്ട് എന്നാണ് പോലീസിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭ്യമായൊരു വിവരം. ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, മലയാളി തന്നെയാണ്, ഞാറക്കൽ സ്വദേശിയാണെന്നാണ് പോലീസ് പറയുന്നത്. വിശദമായൊരു പരിശോധനയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ മറ്റ് CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ ഇയാളൊരു സൈക്കിളിൽ ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടെ നിന്ന് ഇത് നേരത്തെ നിരീക്ഷിച്ചിട്ടുണ്ടാകാം. ഈ വാഹനം ഇവിടെ കൊണ്ടുവച്ചതും സൈക്കിൾ അവിടെ കൊണ്ടുവച്ചതിന് ശേഷം ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നതുമൊക്കെ ഏറെക്കുറെ മറ്റ് തൊട്ടടുത്തുള്ള കെട്ടിടങ്ങളിലെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മോഷണം നടത്തണമെങ്കിൽ ചില്ലറക്കാരനല്ലോ. അപ്പോൾ എത്ര ആസൂത്രണം നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് നിന്ന് വരുന്നു, അതിനുശേഷം ഇതിലേ ഒന്ന് ചുറ്റിക്കറങ്ങി നിരീക്ഷിച്ചതിന് ശേഷം തൊട്ടപ്പുറത്ത് ആ സൈക്കിൾ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷമാണ് ഈ തുറന്നു കിടന്ന ഗേറ്റിൽ കൂടി കയറി